നീതിമാനാകും മാർയൗസേപ്പിതാവേ, തിരുക്കുടുംബത്തിൻ പാലകനേ. നീതിമാനാകും മാർയൗസേപ്പിതാവേ, തിരുക്കുടുംബത്തിൻ പാലകനേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോസേപ്പിതാവിൻ്റെ നിർമ്മല ഹൃദയ പ്രതിഷ്ഠ 24-ാം ദിവസം. തൊഴിലാളികളുടെ മാതൃകയായ വിശുദ്ധ യോസേപ്പിതാവ്. അധ്വാന മേശയിൽ വിശുദ്ധ യോസേപ്പിതാവിനോടൊപ്പം ഈശോയും ജോലിയിൽ ഉത്സാഹിച്ചു പ്രവർത്തിച്ചു. വീണ്ടെടുപ്പെന്ന രഹസ്യത്തിലേക്ക് മനുഷ്യ വ്യാപാരങ്ങളെ വിശുദ്ധ യോസേപ്പിതാവ് കൂടുതലായി അടുപ്പിച്ചു. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായുടെ വാക്കുകളാണിവ. സത്യസന്ധനും ബുദ്ധിമാനുമായ തൊഴിലാളിയെ സാത്താൻ വെറുക്കുന്നു. മനുഷ്യവർഗത്തിൻ്റെ ചരിത്രത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ജോലി സ്ഥലത്ത് ദുഷ്ടനായ സർപ്പം മനുഷ്യ കുടുംബത്തെ ആക്രമിക്കാൻ ആരംഭിച്ചു. അതായത് ദൈവം ആദത്തിനും ഹവ്വായ്ക്കും പരിപാലിക്കാനും സംരക്ഷിക്കാനുമായി കൊടുത്തതാണ് ഏദൻ തോട്ടം. ലൂസിഫർ ജോലിയെ വെറുക്കുന്നു. സ്നേഹാധിക്യത്താൽ ദൈവം തന്നെ സ്വയം എളിമപ്പെട്ട് മനുഷ്യനായി ഒരു സാധാരണ ജോലിക്കാരനായി എന്ന സത്യം സാത്താൻ പ്രത്യേകമായി അവഗണിച്ചു. വിശുദ്ധ യോസേപ്പിതാവിൻ്റെ പണിശാലയിൽ ഈശോ അനേകം കൊല്ലങ്ങൾ അധ്വാനിച്ചുകൊണ്ട് ചെലവഴിച്ചു. അത് മനുഷ്യൻ്റെ യഥാർത്ഥ പണിശാലയാകുന്ന ഗദ്സമേൻ തോട്ടത്തിലെ പുനഃപ്രവേശത്തിനുള്ള ഒരുക്കമായിരുന്നു. അത് നമുക്ക് വേണ്ടിയുള്ള രക്ഷാകരമായ പ്രവൃത്തി പൂർത്തീകരിക്കാനാണ്. ഈശോ ദൈവമാണ്. അവൻ പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും ചേർന്ന് സ്വർഗവും ഭൂമിയും സൃഷ്ടിച്ചു. നമുക്ക് സങ്കല്പിക്കാനാവാത്ത വിധം സൃഷ്ടിക്കാനുള്ള നമ്മുടെ കർത്താവിൻ്റെ കഴിവ് അതിരുകൾക്കപ്പുറമാണ്. ഈശോ മാംസം ധരിച്ചപ്പോൾ മനുഷ്യപ്രവൃത്തിയെ വിശുദ്ധീകരിക്കുകയും തൻ്റെ മനുഷ്യാവതാരത്തിന് മുൻപ് നിലനിൽക്കാതിരുന്ന ഒരവസ്ഥയിലേക്ക്, മാഹാത്മ്യത്തിലേക്ക് മനുഷ്യനെ ഉയർത്തുകയും ചെയ്തു. ദൈവമായിരുന്നിട്ട് കൂടി ഈശോ സ്വയം എളിമപ്പെട്ട് മനുഷ്യനായി, മനുഷ്യനെപ്പോലെ ജോലി ചെയ്തു. തൻ്റെ ഭൗമിക അപ്പനായ വിശുദ്ധ യോസേപ്പിതാവിൻ്റെ മാതൃക അനുകരിച്ചുകൊണ്ട് എങ്ങനെ ജോലി ചെയ്യണമെന്നും തൻ്റെ മനുഷ്യത്വത്തിൽ നിന്ന് ഈശോ പഠിച്ചു. വിശുദ്ധ യോസേപ്പിതാവ് തൊഴിലാളികളുടെ മാതൃകയാണ്. ദൈവം മനുഷ്യനായവനെ എങ്ങനെ ജോലി ചെയ്യണമെന്ന് അദ്ദേഹം പഠിപ്പിച്ചെങ്കിൽ നമുക്ക് മാതൃകയായി തരുന്നതിൽ അദ്ദേഹം കഴിവുറ്റവനാണ്. കഠിനാധ്വാനം ഒരു വ്യക്തിക്കും കുടുംബത്തിനും സമൂഹത്തിനും ഉപകാരപ്രദമാണ്. 11-ാം പിയൂസ് പാപ്പ ഇങ്ങനെ പറയുന്നു: വിശുദ്ധ യോസേപ്പിതാവ് തൊഴിലാളി വർഗത്തിൽപ്പെടുന്നു. തനിക്ക് വേണ്ടിയും തിരുക്കുടുംബത്തിനു വേണ്ടിയും അവൻ ദാരിദ്ര്യത്തിൻ്റെ ഭാരം വഹിച്ചു. അവൻ തിരുക്കുടുംബത്തിൻ്റെ ജാഗ്രതയുള്ള സ്നേഹനിധിയായ ശിരസ്സുമാണ്. ജോലിയല്ല എപ്പോഴും സന്തോഷപ്രദവും എളുപ്പവുമല്ല. കഠിനാധ്വാന ദിനങ്ങൾ നമ്മുടെ മനസ്സിനെയും ആത്മാവിനെയും ശരീരത്തെയും ഭാരപ്പെടുത്താം. ചിലപ്പോൾ ജോലി തന്നെ ഭാരമായി തോന്നാം. ഒരു മരാശാരി എന്ന നിലയിൽ വിശുദ്ധ യോസേപ്പിതാവ് ഇതാദ്യമായി അറിഞ്ഞു. നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ജീവിക്കുന്നവരെ അവൻ ആശ്വസിപ്പിക്കും. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28 മുതൽ 30 വരെ തിരുവചനങ്ങൾ ഇപ്രകാരമാണ്: അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എന്തെന്നാൽ എൻ്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. എങ്ങനെ കൂർമ്മബുദ്ധിയുള്ളൊരു ജോലിക്കാരനാകണമെന്ന് വിശുദ്ധ യോസേപ്പിതാവ് നമ്മെ പഠിപ്പിക്കും. നമ്മുടെ കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് അനേകം കൊല്ലങ്ങൾ ഈശോ അനുദിനം ജോലി ചെയ്യാൻ ആഗ്രഹിച്ചു. എന്തുകൊണ്ട് ഈശോ അത് ചെയ്തു? ജോലി ആദരണീയവും ദൈവത്തിന് പ്രീതികരവുമാണെന്ന് നമ്മെ പഠിപ്പിക്കാനും ജോലിയെ വിശുദ്ധീകരിക്കാനുമായി ഈശോ അത് ചെയ്തു. എന്നിരുന്നാലും ഈശോയ്ക്കോ വിശുദ്ധ യോസേപ്പിതാവിനോ ജോലി തലയ്ക്ക് ഹരം പിടിച്ചിട്ടില്ലായിരുന്നു. ഇങ്ങനെയുള്ളവർ തങ്ങൾക്ക് തന്നെയോ കുടുംബത്തിനോ സമൂഹത്തിനോ ഉപകാരമില്ല. അവരെ പ്രതി ദൈവം സന്തോഷിക്കുന്നുമില്ല. വിശുദ്ധ യോസേപ്പിതാവിൻ്റെ സ്നേഹനിർഭരമായ മാതൃകയിൽ നിന്ന് തൻ്റെ ജീവിതത്തിൽ ജോലിക്കുള്ള സ്ഥാനം ഈശോ കണ്ടെത്തി. വിശുദ്ധ യോസേപ്പിതാവ് ദൈവത്തിനും കുടുംബത്തിനും വിനോദത്തിനും വിശ്രമത്തിനും സമയം മാറ്റിവെച്ചു. ഈശോയ്ക്ക് വേണ്ടി മനുഷ്യ ജീവിതത്തിലെ ഈ വശങ്ങൾ അദ്ദേഹം രൂപപ്പെടുത്തി. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട പാഠങ്ങൾ വിശുദ്ധ യോസേപ്പിതാവ് നമ്മെ പഠിപ്പിക്കും. ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ചെമ്മാച്ചന്മാർ, വൈദികർ, മെത്രാന്മാർ, സന്യസ്തർ തുടങ്ങിയവർക്ക്
ഒരു മാതൃകാ തൊഴിലാളിയാണ് വിശുദ്ധ യോസേപ്പ് പിതാവ്. ദൈവത്തിൻ്റെ പൂന്തോട്ടത്തിൽ സമർപ്പിതർ ജാഗരൂകതയോടും വിശ്വസ്തയോടും പ്രവർത്തിക്കുന്നു. ഈ ദൗത്യം ഭാരമുള്ളതും വിഷമകരവുമാണ്. ചെമ്മാശന്മാരും വൈദികരും സമർപ്പിതരും മനുഷ്യരാണ്. മറ്റുള്ളവരെ പോലെ അവർക്കും വിനോദവും വിശ്രമവും വേണം. അസാധാരണമായ അവസരങ്ങളിൽ ചില വ്യക്തികൾക്ക് ദൈവം വീരോചിതമായ രീതിയിൽ പ്രായശ്ചിത്തം, ഉപവാസം, പരിത്യാഗം ഇവ അനുഷ്ഠിക്കാൻ കൃപ കൊടുക്കുന്നു. എന്നിരുന്നാലും ദൈവം ഒരിക്കലും തൻ്റെ തൊഴിലാളി തളർന്നെരിഞ്ഞില്ലാതായി തീരാൻ ആഗ്രഹിക്കുന്നില്ല. അവിടുന്ന് അവനെ മലമുകളിലെ അരുവികളിലേക്കും വനത്തിലേക്കും സൂര്യാസ്തമയത്തിലേക്കും കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. വൈദികരും സന്യസ്തരും വിശുദ്ധ യോസേപ്പ് പിതാവിനെ പോലെ പ്രാർത്ഥനാ നിർഭരരും സ്നേഹവാരിധികളും കഠിനാധ്വാനികളും വിശ്രമിക്കാൻ ഭയപ്പെടാത്തവരുമായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. വിശുദ്ധ പീറ്റർ ജൂലിയൻ ഇങ്ങനെ പറയുന്നു: നമ്മുടെ കർത്താവിന് വേണ്ടി വിശ്വസ്തതയുള്ള ദൈവവിളി പരിപോഷിപ്പിക്കപ്പെടാനായി നമുക്ക് വിശുദ്ധ യോസേപ്പ് പിതാവിനോട് അപേക്ഷിക്കാം. വിശുദ്ധ യോസേപ്പ് പിതാവിനെ പോലെ അധ്വാനത്തിൻ്റെ മഹാത്മ്യം മനസ്സിലാക്കാൻ നമുക്ക് ആ നിർമ്മല ഹൃദയത്തിലേക്ക് യാത്ര ചെയ്യാം. നമുക്ക് അനുദിന പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആവേ മരിയ, ആവേ ജോസഫ്. എന്റെ രക്ഷകന്റെ അപ്പാ കരുതേണമേ, കാക്കേണമേ. അതിജീവനത്തിൻ്റെ നാളുകളിൽ അപമാനത്തിൻ്റെ നിമിഷങ്ങളിൽ, അതിജീവനത്തിൻ്റെ നാളുകളിൽ അപമാനത്തിൻ്റെ നിമിഷങ്ങളിൽ, അവഹേളനത്തിൻ്റെ ഓർമ്മകളിൽ കരഞ്ഞു തളരുമ്പോൾ തുണയേകണേ. അവഹേളനത്തിൻ്റെ ഓർമ്മകളിൽ കരഞ്ഞു തളരുമ്പോൾ തുണയേകണേ. അപ്പാ, എൻ്റെ രക്ഷകന്റെ അപ്പാ